നമസ്കാരം. സ്വപ്നതുല്യമായ ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കാൻ പദ്ധതിയിടുകയാണോ? എങ്കിൽ യാത്രക്കാർ ഏറെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും പോക്കറ്റടിക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും പ്രധാന താവളങ്ങളാണെന്ന് വ്യക്തമാക്കുന്ന പുതിയ പഠന റിപ്പോർട്ട് പുറത്തുവന്നു. ഇൻഷുറൻസ് താരതമ്യ ഏജൻസിയായ കമ്പയർ ദ മാർക്കറ്റ് ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഡേറ്റ വിശകലനം ചെയ്ത് തയ്യാറാക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങളുള്ളത്. നഗരപ്രേമികളുടെയും ഫാഷന്റെയും നഗരമെന്നറിയപ്പെടുന്ന ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസാണ് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ പോക്കറ്റടിയും തട്ടിപ്പും നേരിടേണ്ടി വരുന്ന നഗരങ്ങളിൽ ഒന്നാമതുള്ളത്. ഈഫൽ ടവർ, ലൂർ മ്യൂസിയം തുടങ്ങി സഞ്ചാരികൾ തടിച്ചുകൂടുന്ന പ്രധാന കേന്ദ്രങ്ങളിലാണ് പോക്കറ്റടിക്കാർ തന്ത്രപരമായി വലവിരിക്കുന്നത്. സൂപ്പർ സിറ്റികളായ അമേരിക്കയിലെ ലാസ് വേഗാസും ന്യൂയോർക്കുമാണ് തൊട്ടു പിന്നാലെയുള്ളത്. ലാസ് വേഗാസിൽ വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകളും വ്യാജ ക്ലബ് പാസുകളുമാണ് പ്രശ്നമെങ്കിൽ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലും മെട്രോ സ്റ്റേഷനുകളിലും സഞ്ചാരികളുടെ ശ്രദ്ധ തിരിച്ച് സാധനങ്ങൾ കവരുന്ന രീതിയാണ് കൂടുതൽ കാണപ്പെടുന്നത്. വസ്ത്രങ്ങളിൽ അബദ്ധത്തിൽ എന്തെങ്കിലും തട്ടിയെന്ന് വരുത്തി തീർക്കുക, വഴി ചോദിക്കാനെന്ന വ്യാജേനെ അടുത്തുകൂടുക തുടങ്ങിയ തന്ത്രങ്ങളിലൂടെ ശ്രദ്ധ തിരിച്ച് ഫോണും വാലറ്റും കവരുക. ചരിത്ര സ്മാരകങ്ങൾക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും മുന്നിൽ വെച്ച് ക്യൂ നിൽക്കാതെ കയറാമെന്ന് വാഗ്ദാനം ചെയ്ത് വ്യാജ എൻട്രി ടിക്കറ്റുകൾ നൽകി പണം തട്ടുക. സൗജന്യ വൈഫൈ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് സഞ്ചാരികളുടെ ബാങ്ക് വിവരങ്ങൾ ചോർത്തുക. അവധി ആഘോഷങ്ങൾക്കിടയിൽ കയ്യിലുള്ള പണവും പാസ്പോർട്ട് അടക്കമുള്ള വിലപിടിപ്പുള്ള രേഖകളും സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും അപരിചിതരുടെ അനാവശ്യ സഹായ വാഗ്ദാനങ്ങളിൽ വീഴരുതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും പ്രധാന വസ്തുതകൾ ഇവയൊക്കെയാണ്. ഈ റിപ്പോർട്ടിൽ കൂടുതൽ രാജ്യങ്ങളെക്കുറിച്ചും സഞ്ചാരികളെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളെക്കുറിച്ചും നൽകിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ്. പട്ടികയിലെ ആദ്യ 5 നഗരങ്ങൾ പാരീസ് ആണ്. പോക്കറ്റടി കവർച്ചാ പരാതികൾ ഏറ്റവും കൂടുതലുണ്ട്. 10 ലക്ഷം സഞ്ചാരികളിൽ 17.32 എന്ന ഉയർന്ന നിരക്കാണ്. ഇനി ലാസ് വേഗാസില് ചൂതാട്ട നഗരത്തിൽ വ്യാജ വാഗ്ദാനങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളുമാണ് കൂടുതൽ നടക്കുക. 12.48 നിരക്കിലാണ് ഇവിടെ. ഇനി ന്യൂയോർക്കില് സാമ്പത്തിക തട്ടിപ്പുകളും ഫോൺ വാലറ്റ് കവർച്ചയും 11.46 നിരക്കിലാണ്. ഇനി റോം, വസ്ത്രങ്ങളിൽ നിന്ന് സാധനങ്ങൾ കവരുന്ന തെഫ്റ്റ് പരാതികളിൽ ഇറ്റാലിയൻ തലസ്ഥാനമായ റോമാണ് മുന്നിൽ, 12.17 നിരക്കിൽ. കൊളോസിയം, പന്തിയോൺ പരിസരങ്ങളിലാണ് ശ്രദ്ധ കൂടുതൽ വേണ്ടത്. ഇനി ലോസ് ആഞ്ചലസ്, അപരിചിതർ വന്ന് സാധനങ്ങൾ കവരുന്ന സംഭവങ്ങൾ ഇവിടെയും കൂടുതലാണ്. ബാർസിലോണ ആൻഡ് മാഡ്രിഡ്, ബീച്ചുകളിലും തിരക്കേറിയ മെട്രോ സ്റ്റേഷനുകളിലും സംഘം ചേർന്നുള്ള പോക്കറ്റടി ഇവിടെയും വ്യാപകമാണ്. ഇനി പ്രാഗാണ്, അത് ചെക്ക് റിപ്പബ്ലിക്കിലെ. ചാർജ് കൂട്ടിച്ചോദിച്ച് ഡ്രൈവർമാർ നടത്തുന്ന ടാക്സി തട്ടിപ്പുകളും കറൻസി എക്സ്ചേഞ്ച് സെന്ററുകൾ കേന്ദ്രീകരിച്ചുള്ള സാമ്പത്തിക വഞ്ചനകളുമാണ് പ്രാഗിൽ സഞ്ചാരികൾ പ്രധാനമായും നേരിടുന്നത്. ഇതിനെല്ലാം ഒരു മുൻകരുതൽ എടുക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന വിശദ വിവരങ്ങളിൽ പറയുന്നത്. ഇവിടങ്ങളിലൊക്കെ തന്നെ തട്ടിപ്പുകൾ പെരുകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.